വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ റിട്ടയർ ചെയ്തതിന് ശേഷം പ്രൈവറ്റ് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി വലിയ കംപ്ലൈൻസ്. അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. PMJAY എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആരോഗ്യ യോജന എന്നാണ്. ഒരു വർഷത്തിൽ 5 ലക്ഷം വരെ ഉള്ള ചികിത്സ സൗജന്യമായിരിക്കും. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ രോഗി കടന്നു 4 ലക്ഷം രൂപയായി, പക്ഷെ അത് കിട്ടുന്നില്ലല്ലോ. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്കൊരു 5 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം എന്ന് പറയും. ജനുവരിയിൽ 5 ലക്ഷം രൂപയും വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അത് കിട്ടില്ല. അതുപോലെ ഈ ആരോഗ്യ പദ്ധതിയിലെ മുഴുവൻ തുകയും ഒരു ആദ്യത്തെ മാസം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം തന്നെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടെക്നിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് നമുക്കൊരു കാര്യമായ അസുഖം ജനുവരിയിൽ വരികയും ഒത്തിരിയും കാശ് വേണ്ടി വരികയും ചെയ്യുമ്പോൾ അത് സാധ്യമല്ലേ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. പക്ഷേ നമ്മൾ കൊണ്ടുപോയി ഒരു കാർഡ് കാണിച്ച് ഫ്രീ ട്രീറ്റ്മെന്റ് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ചെറിയ പ്രൊസീജിയേഴ്സും കൂടെ ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു സാവകാശം കാണിക്കണം. ഈ അസുഖത്തിന് എന്തുകൊണ്ട് ഇത്രയധികം കാശ് ചെലവാകുന്നു എന്ന് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയെ ബോധ്യപ്പെടുത്തണമല്ലോ. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്, ഈ 5 ലക്ഷം രൂപയിൽ കുറച്ച് പൈസ ആൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുള്ള പൈസ മാത്രമേ അടുത്ത അസുഖത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ 1 ലക്ഷം രൂപ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫെബ്രുവരിയിൽ ഒരു 5 ലക്ഷം രൂപയുടെ അസുഖം ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടൂല. കാരണം 5 ലക്ഷം എന്നുള്ളത് ക്യാപ്പാണ്. ഈ ക്യാപ്പ് ഒരാളുടെ അല്ല, ഒരു കുടുംബത്തിലെ എല്ലാവർക്കും കൂടിയുള്ള ഒരു തുകയാണ് ഈ 5 ലക്ഷം. ഇനി ഇത് എന്തൊക്കെ അസുഖങ്ങൾക്ക് ഈ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ പറ്റും? അത് ഒരു 10,300 പാക്കേജുകളുണ്ട്. ഈ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖത്തിന് ഇത്ര രൂപ, അസുഖം ചികിത്സിക്കുന്നതിന് ഇത്ര രൂപ ആശുപത്രിക്ക് ഈ ഇൻഷുറൻസ് കമ്പനി സർക്കാർ വഴി തരും. അതാണ് അതിൻ്റെ ഒരു പാക്കേജ് എന്ന് വെച്ചാൽ. ഉദാഹരണമായിട്ട് ഒരു പ്രസവത്തിന് 5,000 രൂപയാണ് പാക്കേജ് എങ്കിൽ 5,000 രൂപ തരും. അത് അങ്ങനെ കുറെ പാക്കേജ് ഉണ്ട്. പിന്നെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഏതൊക്കെ ഓപ്പറേഷനുകൾ അതായത് ഈ ഇൻഷുറൻസ് പദ്ധതിക്കകത്ത് ചെയ്യാം. ഇനി പല സീരിയസ് അസുഖങ്ങൾക്കും ഈ ഇൻഷുറൻസ് നിഷേധിക്കപ്പെടുന്നു എന്നൊരു പരാതിയുണ്ട്. സീരിയസ് അസുഖം, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ലങ് ക്യാൻസർ ആണെന്ന് വെച്ചു, രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ല. അപ്പൊ അതിന് ഈ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ കൊടുക്കൂല. എന്തുകൊണ്ട് കൊടുക്കൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലങ് ക്യാൻസറിന്റെ ചികിത്സ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുള്ളതാണ്. ആ ചെലവ്, ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു 10,000 ഡെങ്കിപ്പനി രോഗികളെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ സർക്കാർ ഒരു പദ്ധതി പ്രകാരം കാശ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയും കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാക്കണം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോ ചികിത്സിച്ച് ഇത്രയും പൈസ ചെലവാക്കിയിട്ടും മരിച്ചു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ സർക്കാരിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചില ക്രിട്ടിക്കൽ അസുഖങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാത്തത്. എന്ന് വെച്ചിട്ട് ക്രിട്ടിക്കലിനൊന്നും കിട്ടൂല എന്ന് വെച്ചാൽ കിട്ടും. ഉദാഹരണമായിട്ട് നവജാത ശിശുവിന്റെ ICU അഡ്മിഷന്റെ ചികിത്സ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവജാത ശിശു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-60-70 വർഷം ജീവിക്കേണ്ട ഒരാളല്ലേ. അപ്പൊ അങ്ങനെയാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോ നവജാത ശിശുവിന് പലപ്പോഴും മിക്കവാറും എല്ലാ ICU കെയറും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അസുഖ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് PROയെ കാണണം. ഈ PRO പറഞ്ഞു തരും ഏതൊക്കെ അസുഖങ്ങൾ നമ്മുടെ ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ അസുഖങ്ങൾക്ക് പറ്റില്ല. ആ രീതിയിലുള്ള വിവരങ്ങൾ പറഞ്ഞു തരും. കാരണം അത് ഡോക്ടർമാരോട് അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം അവർക്ക് ആ സമയം ഉണ്ടെങ്കിൽ വേറെ 1-2 രോഗികളെ നോക്കാമല്ലോ. ഇനി ഈ ഇൻഷുറൻസിന്റെ സൗകര്യം സർക്കാരിലും പ്രൈവറ്റിലും കിട്ടുമോ എന്നാണ് ഒരു ചോദ്യം. സർക്കാരിൽ തീർച്ചയായിട്ടും കിട്ടും. പ്രൈവറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് എംപാനൽഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും കിട്ടും. എംപാനൽഡ് ആശുപത്രി 500 അടുപ്പിച്ച് ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങളാണ്. കാരണം ഇത് സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സർക്കാർ പറയുന്ന റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അല്ലാതെ ഒരു AC റൂം കിട്ടുമോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ പലപ്പോഴും അടുത്ത ബെഡില് കിടക്കുന്ന പേഷ്യന്റിന് കിട്ടുന്ന മരുന്ന് ഒരു വലിയ നല്ല കമ്പനിയുടേതാണ്, ഞങ്ങളത് അങ്ങനെ അറിയപ്പെടാത്ത കമ്പനിയുടേതാണ് എന്നൊക്കെ ഒരു പരാതി പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം
ഈ ജനറിക്സ് കൊടുക്കണം എന്നാണ് പദ്ധതിയിൽ പറയുന്നത്. ജനറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ ശങ്കർ സിമെന്റ് എന്ന് കാണൂല, സിമെന്റ് എന്നേ കാണും. പക്ഷെ സംഗതി സിമെന്റ് നല്ല സിമെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നല്ല മരുന്നായിരിക്കും എന്ന് പറയുന്നത്? സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ പരിശോധിച്ച് ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ മരുന്നുകൾ മാത്രമേ ജനറിക്സ് ആയിട്ട് വരും. അതുകൊണ്ട് ഈ അടുത്ത ബെഡിലെ പേഷ്യന്റിന് വേറൊരു കമ്പനിയുടെ മരുന്ന് കൊടുക്കുന്നു എന്ന് നിങ്ങളൊരു പരാതി പറയേണ്ട കാര്യമില്ല. അടുത്ത ബെഡിലെ ആള് സ്വന്തം പോക്കറ്റിലെ കാശ് മുടക്കി അയാൾക്ക് കുറച്ചുകൂടി അറിയപ്പെടുന്ന കമ്പനിയുടെ മരുന്ന് വേണം എന്ന് പറയുന്നത് അവർ കൊടുക്കാനാണല്ലോ പ്രൈവറ്റ് ആശുപത്രി ഫങ്ഷൻ ചെയ്യുന്നത്. സർക്കാർ പറയുന്നത് പോലെ ചെയ്യാനാണ് സർക്കാരിന്റെ പദ്ധതി. ആ ഒരു വ്യത്യാസമാണ് ആ കാണുന്നത്. അതല്ലാതെ ഈ പദ്ധതി പ്രകാരം വരുന്ന രോഗികളെ നമ്മൾ ഒരു രീതിയിലും നെഗ്ലക്ട് ചെയ്യുന്നതായിട്ട് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ റേഷൻ കടയിൽ റേഷൻ അരി കിട്ടുമല്ലോ, അവിടെ ചെന്നിട്ട് കുട്ടനാടൻ ഉണ്ട അരി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ വിചാരിച്ചാൽ മതി. ഇനി ഈ PMJAY എന്ന് പറയുന്നതും കാസ്പ് എന്ന് പറയുന്നത് അത് രണ്ടും ഒന്നാണോ അതോ വ്യത്യസ്തമാണോ എന്നുള്ള ഒരു ചോദ്യം. പ്രൈവറ്റ് ആശുപത്രികളെ സംബന്ധിച്ച് ഇത് രണ്ടും ഒന്നാണ്. സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് ഈ കാസ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PMJAYന്റെ കൂടെ വേറെ കുറെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആരോഗ്യ കിരണം, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സൗജന്യമായി ചികിത്സിക്കാനുള്ള പദ്ധതിയാണ്. പിന്നെ കാരുണ്യ ബെനവളൻ ഫണ്ട് എന്ന് പറയും, അതായത് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ചില പ്രത്യേക അസുഖങ്ങൾക്ക് സഹായം നൽകുന്ന പ്രത്യേക അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PMJAYയിൽ കവർ ചെയ്യില്ല. അപ്പൊ ക്യാൻസർ അല്ലെങ്കിൽ ഹീമോഫീലിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ ഒരു എന്താ പറയുക കാരുണ്യ ബെനവളൻ ഫണ്ട് എന്ന് പറയും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ബ്രാക്കറ്റിലാക്കിയിട്ടാണ് കാസ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് സർക്കാർ ആശുപത്രിയിലാണുള്ളത്. പ്രൈവറ്റ് ആശുപത്രിയിൽ കാസ്പും PMJAYയും ഒന്നാണ്. ഒന്നാണെങ്കിൽ ഈ PMJAYന്റെ പേര് കാസ്പ് എന്നാക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം. അപ്പൊ ഈ PMJAYയിൽ 60% കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും 40% സംസ്ഥാന സർക്കാരിന്റെ വിഹിതവുമാണ്. അപ്പൊ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടുതലായിട്ടുള്ള ഒരു പദ്ധതിയെ കേന്ദ്ര സർക്കാരിന്റെ പേര് കൂടി ഇല്ലാതെ മറ്റൊരു പേരാക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ്. അതിൽ രാഷ്ട്രീയവും കാണുമായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു നമ്മള് കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഇനിഷ്യലായിട്ടൊക്കെ ചേർക്കാറില്ലേ? അപ്പൊ അങ്ങനെ ചേർത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്തില്ലെങ്കിലും ഒന്നും പറ്റൂല. അത് അവരുടെ ഒരു സംസ്കാരം എന്നേ നമുക്ക് വിചാരിക്കാൻ പറ്റും. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടും പ്രൈവറ്റ് ആശുപത്രിയെ സംബന്ധിച്ച് കാസ്പും PMJAYയും ഒന്ന് തന്നെയാണ്. പിന്നെ പ്രൈവറ്റ് ആശുപത്രികൾ ഇപ്പോ PMJAY രോഗികളെ, അതായത് കാസ്പ് രോഗികളെ ഇൻഷുറൻസ് പ്രകാരം ചികിത്സിക്കുന്നത് നിർത്തിവെക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ കേട്ടത് ആക്ച്വലി ശരിയാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ സൗജന്യ ചികിത്സ നൽകിയ വകയിൽ ഏതാണ്ട് 500 കോടിയോളം രൂപ വിവിധ പ്രൈവറ്റ് ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുണ്ട്. ഇത്രയും നഷ്ടം സഹിച്ചിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ തന്നെയും സീരിയസ് ആയിട്ടുള്ള, ഉദാഹരണമായിട്ട് ഡയാലിസിസ് വേണ്ട അങ്ങനെയുള്ള ചില രോഗികൾ, പിന്നെ ഈ എമർജൻസി ചില അസുഖങ്ങൾ, അതെല്ലാം ഇനിയും ഞങ്ങൾ നോക്കാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അല്ലാതെ നമുക്ക് ഈ കോടിക്കണക്കിന് രൂപ സർക്കാർ തരാതിരിക്കുമ്പോൾ അത് തുടർന്ന് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഈ കാസ്പ് രോഗികളെ ഇൻഷുറൻസ് പ്രകാരം സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് പ്രൈവറ്റുകാർക്ക് ചികിത്സിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് പിന്നെ ചോദിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാസ്പില് 60% കേന്ദ്ര സർക്കാർ പൈസ തരും, 40% സംസ്ഥാന സർക്കാർ പൈസ തരും. അതിനെയാണ് PMJAY എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ഈ പരിപാടികളെല്ലാം, ചികിത്സയെല്ലാം സൗജന്യമായിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് നടക്കുകയല്ലേ. അപ്പൊ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളം, മരുന്ന്, ഉപകരണങ്ങൾ എല്ലാം സർക്കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു രോഗിയെ ചികിത്സിച്ചാൽ, ഇപ്പോൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നവജാത ശിശു ICUയിലാണ്, 5000 രൂപ ദിവസം തരും എന്നാണ് PMJAY പറയുന്നത്.
അപ്പോ അത് സർക്കാർ ആശുപത്രിയിലാണെങ്കിലും ആ 5000 രൂപ കിട്ടും. അതായത് 5000 രൂപയുടെ 60% കേന്ദ്ര ഗവൺമെന്റ് തരും, 40% സംസ്ഥാന ഗവൺമെന്റ് തരും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചിലവൊന്നുമില്ല. ഈ ഇൻഷുറൻസ് സ്കീം ഇല്ലെങ്കിലും സൗജന്യ ചികിത്സ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കിട്ടുന്ന 5000 രൂപ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാം, കൂടുതൽ ജീവനക്കാരെ നിയമിക്കാം, ഈ കാര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ച് ആശുപത്രികളെ നന്നാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രൈവറ്റ് ആശുപത്രികളെ സംബന്ധിച്ചാണെങ്കിൽ ഈ 5000 രൂപയും ഈ ചികിത്സിക്കുന്ന രോഗികളിൽ നിന്നും ഈടാക്കിയിട്ട് വേണം പ്രൈവറ്റ് ആശുപത്രി പ്രവർത്തിക്കാൻ. അപ്പോ ഇൻഷുറൻസ് രോഗികളാകുമ്പം പ്രൈവറ്റ് ആശുപത്രി പൈസ ഒന്നും വാങ്ങാതെ ഈ 5000 രൂപയുടെ ചികിത്സ കൊടുക്കുകയാണ്. അപ്പോ ചികിത്സ കഴിഞ്ഞ് മാസങ്ങളും വർഷങ്ങളും ആയാലും ഈ 5000 രൂപ സർക്കാർ നമുക്ക് തരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്, അതായത് പ്രൈവറ്റ് ആശുപത്രികൾക്ക് എങ്ങനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റും? കാരണം പ്രൈവറ്റ് ആശുപത്രികൾക്ക് ഈ പറഞ്ഞ മാതിരി കടമെടുക്കാനായിട്ട് ഒരു കേന്ദ്ര ആശുപത്രി, അതായത് സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകും പോലെ നമുക്കൊരു കേന്ദ്ര ആശുപത്രി ഒന്നുമില്ല പോയി കടം ചോദിക്കാൻ. അത് നമ്മുടെ ആശുപത്രി തന്നെ ആ പൈസ ഉണ്ടാക്കി ഫങ്ഷൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ കടം. പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ്, അതായത് കേന്ദ്രത്തിന്റെ ഷെയർ 60% കൊടുക്കാതെ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊരു ആരോപണം ഉണ്ടല്ലോ എന്നാണ് പിന്നെ ഒരു ചോദ്യം. അത് ഈ പറഞ്ഞ മാതിരി എല്ലാത്തിലും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു അതിപ്രസരമാണ് ആ കാണുന്നത്. ഞാൻ അതിന്റെ കാര്യം പറയാം. അതായത് ഈ കാശില്ലാത്ത സംസ്ഥാനങ്ങള് ചോദിക്കുന്നത് ഈ 60% ഇങ്ങ് തരും, അത് വെച്ച് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളുടെ 40% ഇടണോ വേണ്ടേ എന്നുള്ളത് കേന്ദ്രം തിരക്കേണ്ട കാര്യമില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. ഈ ആശുപത്രി ഒരു 100 പോയിന്റ് ബെറ്റർ ആണ് ഈ സർക്കാർ ആശുപത്രി, അതിന്റെ 60 ഞങ്ങൾ തരും, 40 എടുക്കണം. പക്ഷെ ഇപ്പോ കടത്തിലൊക്കെ മുങ്ങിക്കിടക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഈ 40 അവരിടില്ല, പക്ഷേ ഈ 60 വാങ്ങും. ഇത് കേന്ദ്രത്തിന് സ്വീകാര്യമല്ല. എന്തുകൊണ്ടാ? ഈ 60 കൊടുത്തു കഴിഞ്ഞാൽ 40 കൂടെ ഇട്ട് ആശുപത്രി നന്നാക്കാനും ഉപകരണങ്ങൾ വാങ്ങാനും ഒക്കെ തയ്യാറുള്ള വേറെ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ബീഹാറിലോ UP-യിലോ ഒക്കെയാണ് വേണ്ടതെങ്കിൽ അവർ 40% കൊടുക്കാനും തയ്യാറാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുക്കാനല്ലേ കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യം വരിക. കാരണം ആരോഗ്യത്തെ സംബന്ധിച്ച് അവർ വളരെ വളരെ പിന്നോക്കമല്ലേ കേരളത്തിനെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളം ഉൾപ്പെടെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ ഈ കടബാധ്യത കാരണം ഇത് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്, അവർ ഈ 40% അവരിട്ടാൽ മാത്രമേ, അത് കടബാധ്യത ഉള്ള സംസ്ഥാനമായാലും അല്ലാത്ത സംസ്ഥാനമായാലും 40% സംസ്ഥാനത്തിന്റെ ഷെയർ ഇട്ടാൽ മാത്രമേ കേന്ദ്രത്തിന്റെ 60% ഷെയർ തരും എന്ന് കേന്ദ്രം പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? സർക്കാർ ആശുപത്രിക്ക് പ്രശ്നമില്ല. കാരണം സർക്കാർ ആശുപത്രിക്ക് ഈ ഫണ്ട് ഇല്ലെങ്കിലും നേരത്തെ തന്നെ, ഈ ഇൻഷുറൻസ് ഇല്ലെങ്കിലും നേരത്തെ തന്നെ സൗജന്യ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് സർക്കാർ ആശുപത്രിക്ക് പ്രശ്നമില്ല. പ്രൈവറ്റിന് എന്ത് പറ്റി? പ്രൈവറ്റിന് പൈസ കിട്ടുന്നില്ല. കാരണം സ്റ്റേറ്റ് 40% ഇടാത്തതുകൊണ്ട് സെന്റർ 60% ഇടുന്നില്ല. അപ്പൊ 100% നമുക്ക് കിട്ടുന്നില്ല. അപ്പോ കംപ്ലീറ്റ് പൈസ കിട്ടാതെ സൗജന്യ ചികിത്സ വേണം. അത് എങ്ങനെ പ്രൈവറ്റ് ആശുപത്രികൾക്ക് ചെയ്യാൻ പറ്റും? പിന്നെ ഈ രാഷ്ട്രീയപരമായിട്ട് ഇത് കേന്ദ്രം അവഗണിക്കുന്നതാണ്, കേന്ദ്രം മനഃപൂർവ്വം തരാത്തതാണെന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആലോചിക്കുക, ഈ സംസ്ഥാനത്തിന്റെ 40% ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പ്രൈവറ്റ് ആശുപത്രികളോട് പറയട്ടെ, ഞങ്ങളിത് ഉടനെ ഒരു സമരം ഉണ്ടാക്കാം, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം. ഇപ്പൊ ഇലക്ഷൻ ടൈമല്ലേ, അത് നല്ലവണ്ണം ക്ലിക്ക് ചെയ്യും ആ സമരം. 40% സംസ്ഥാനം ഇട്ടിട്ടും കേന്ദ്രം 60% തരുന്നില്ല. പക്ഷേ അത് ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് കേന്ദ്രത്തിനോടും ചോദിക്കാൻ പറ്റുക? പിന്നെ വേറൊരു, ഈ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും പല പല കാര്യങ്ങൾ പറയുമല്ലോ. അപ്പൊ വേറൊരു രാഷ്ട്രീയ പ്രചരണമാണ് ചില സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനത്തിന് 60 തരുന്നു. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, അങ്ങനെ തീരെ അവികസിതമായിട്ടുള്ള ചില സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം കൊടുക്കും, 10% സംസ്ഥാനം കൊടുത്താണ്. പക്ഷെ അവിടെയും സംസ്ഥാനം കുറച്ചെങ്കിലും കൊടുക്കണം, 10%എങ്കിലും കൊടുക്കണം, എങ്കിലേ കേന്ദ്രം 90% കൊടുക്കും.
അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവികസിതമായിട്ടുള്ള ജനങ്ങൾക്കും സമുദായങ്ങൾക്കും എല്ലാം നമ്മൾ റിസർവേഷൻ കൊടുക്കുകയില്ലേ, അതേമാതിരി റിസർവേഷൻ ആണെന്ന് കണക്കാക്കിയാൽ മതി. അത് പ്രൈവറ്റ് ആശുപത്രികൾ കൂടുതൽ ചാർജ് ഈടാക്കുന്നു എന്നൊക്കെ പരാതി പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ഇൻഷുറൻസിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ ഫിക്സ് ചെയ്ത റേറ്റിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റൂല. എടുത്തു കഴിഞ്ഞാൽ സർക്കാർ ആ പൈസ തരത്തുമില്ല, രോഗികളെ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ വകുപ്പുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് സർക്കാരിന്റെ റേറ്റിലാണ് ചികിത്സ. പിന്നെ ഈ ആരോഗ്യ പദ്ധതികളിൽ ഫണ്ടിന്റെ ഷോർട്ടേജ് വരാൻ വേറെയും ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ ആൾക്കാരുടെ ഒരു സിവിക് സെൻസിന്റെ കുറവും കൂടെയാണ്. അതായത് എങ്ങനെ സൗജന്യങ്ങൾ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതിൽ നമ്മൾ മിടുക്കരാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ നാട്. ചില ഫാമിലീസ് ഈ ഇൻഷുറൻസിൽ നിന്നും പുറത്താക്കപ്പെടും. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള ക്രൈറ്റീരിയ അറിയാം, ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എങ്കിലും ചിലത് പറയാം. ഉദാഹരണമായിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ വീട്ടിലുണ്ടെങ്കിൽ ഈ നമ്മുടെ PMJY പറ്റില്ല, കൊടുക്കില്ല. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കൊടുക്കില്ല. നമ്മളൊരു കർഷകനാണെങ്കിൽ കിട്ടും, പക്ഷെ കർഷകന് അഗ്രികൾച്ചറൽ എക്വിപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു ട്രാക്ടർ ഉള്ള ഒരാളിന് തീർച്ചയായിട്ടും ഈ PMJY കിട്ടൂല. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും 10,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനം ഉണ്ടെങ്കിലും PMJY കിട്ടൂല. അപ്പോൾ നമ്മൾ തന്നെ ചികിത്സയ്ക്ക് വരുന്നവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. ഈ വിഭാഗത്തിൽപ്പെട്ട എത്രയോ പേരാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ചികിത്സ തേടുന്നത്. അപ്പോൾ ശരിക്കും അർഹതയില്ലാത്ത ഒരുപാട് പേര് ഈ ചികിത്സ തേടുന്നു. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഈ ഫണ്ടിന് ഷോർട്ടേജ് വരാനുള്ള വേറൊരു കാരണം. അപ്പൊ ഇത് കാരണം നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളും സർക്കാരുമായിട്ട് ചർച്ച നടത്തുകയും ഇപ്പോൾ ഒരു ചെറിയ ഒരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് ഗഡുക്കളായിട്ട് കുറേശ്ശെ പൈസ തരാം എന്നും, അതുകൊണ്ട് ഞങ്ങൾ ചികിത്സ പുനരാരംഭിക്കണം. അതിൽ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഇപ്പൊ നമ്മൾ ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരാളിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അത് കൊടുക്കുന്നത് അയാൾ വന്ന് നമ്മുടെ മുമ്പിൽ സമരം ചെയ്തിട്ടാണോ? ഇതിനൊരു സിസ്റ്റം ഇൻ പ്ലേസ് ആയിരിക്കും. ഈ സൗജന്യ ചികിത്സയുടെ കാശ് ഇത്ര മാസത്തിനകം തിരിച്ചു കൊടുക്കും. അത് 1 മാസമോ 2 മാസമോ സർക്കാർ നിശ്ചയിക്കുന്നത് പോലെ. പക്ഷെ 1 മുതൽ 3 മാസത്തിനകം കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങൾ മരുന്നൊക്കെ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ 1 മാസം മുതൽ, ചില കമ്പനികൾ 3 മാസം വരെ നമുക്കൊരു സൗജന്യം തരും. അത് കഴിഞ്ഞാൽ നമുക്കത് പലിശയാവും. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഒരു സിസ്റ്റം ആക്കണം. അല്ലാതെ ഈ ആൾക്കാർ സമരം ഉണ്ടാക്കുമ്പോൾ മാത്രം ശരി ഇനി നമുക്ക് കുറച്ച് തരാം, അത് തന്നെ ഗഡുക്കളായിട്ട് തരാം. എന്തിനാ ഈ ഗഡുക്കളാക്കുന്നേ? ഇത് നമ്മൾ രോഗി ചികിത്സയ്ക്ക് സർക്കാർ പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്തതാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ അത് ഇത്ര സമയത്തിനകം കിട്ടണം എന്നുള്ളത് കൃത്യമാക്കണം. അപ്പോൾ ഈ കാസ്പ് ചികിത്സ തേടി വരുന്ന രോഗികൾ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സർക്കാർ കുറച്ചെങ്കിലും പൈസ ഞങ്ങൾക്ക് തരാനുള്ള, കോടിക്കണക്കിന് രൂപയിൽ കുറച്ചെങ്കിലും തരുമെങ്കിൽ ഞങ്ങൾ ചികിത്സ പുനരാരംഭിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ സഹകരണം ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.